നമസ്കാരം, ഏവൻ ന്യൂസിലേക്ക് സ്വാഗതം. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡായ മഞ്ഞക്കാടിലെ ജൂബിലി നഗർ റോഡ് ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസാമ്മ പനക്കലാണ് ഔപചാരികമായി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 380 മീറ്ററാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ജൂബിലി നഗർ താമസക്കാരുടെ ചിരകാല സ്വപ്നമായ റോഡിന്റെ പണി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി 380 മീറ്റർ കോൺക്രീറ്റ് ചെയ്ത റോഡിന്റെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ അനീഷ് ആന്റണി അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗം മിനി മാത്യു, സതീശൻ മാസ്റ്റർ, ദീപേഷ് വി ഗോപി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പായസ വിതരണവും നടന്നു. നമ്മുടെ ജൂബിലി നഗർ റോഡ് പണി പൂർത്തീകരിച്ച് ടാറിങ്ങോ കോൺക്രീറ്റോ കിട്ടിയിട്ട് നമുക്ക് യാത്ര യോഗ്യമായി കിട്ടുക എന്നുള്ളത് 2020 കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ആദ്യമായിട്ട് പഞ്ചായത്തിലേക്ക് ഈ റോഡ് വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നത്. അതുവരെ നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു അതേ തുടർന്ന് പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു റോഡ് കമ്മിറ്റി രൂപീകരിക്കുകയും എല്ലാ റോഡ് ഗുണഭോക്താക്കളെയും സമീപിക്കുകയും പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വെച്ച് അവരെല്ലാവരും സമ്മതിച്ച് അങ്ങനെയാണ് പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുക്കുന്നത്. ഏകദേശം 2020-ലാണ് പഞ്ചായത്തിലേക്ക് റോഡ് വിട്ടുകൊടുക്കുന്നത്. ആ വർഷം പഞ്ചായത്ത് ഏറ്റെടുത്ത് 2021 നമുക്ക് ഈ റോഡിൻ്റെ ഏറ്റവും അവസാനം ഫസ്റ്റ് റീച്ച് കിട്ടി. അതിനുശേഷം പുതിയ മെമ്പർ നമ്മുടെ ബഹുമാന്യായ വാർഡ് മെമ്പർ മിനി മാത്യുവിൻ്റെ നേതൃത്വത്തിലാണ് പിന്നീട് ഈ റോഡിൻ്റെ വർക്ക്, ആ കാലഘട്ടത്തിലാണ് വർക്ക് നമ്മൾ തുടരുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവരെ ഏറെ ബഹുമാനത്തോടെ സ്നേഹാദവരോടുകൂടി ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. നിലവിലുള്ള വാർഡ് മെമ്പർ 17-ാം വാർഡ് മെമ്പർ അനീഷ്, അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ റോഡ് സതീശൻ മാഷ് പറഞ്ഞ പോലെ 2020 10-ാം മാസം 29-ാം തീയതിയാണ് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. സതീശൻ മാഷ് പറഞ്ഞ പോലെ ഈ റോഡ് പണ്ടേ ഉണ്ടായിരുന്നു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് റോഡ് ഏറ്റെടുക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്, നമ്മൾ മുന്നോട്ട് പോയി 2021 ആദ്യത്തെ റീച്ച് നമുക്ക് കോൺക്രീറ്റ് പാസ്സായി. അത് കഴിഞ്ഞ് 5 വർഷത്തിനുള്ളിൽ നമുക്ക് ഏകദേശം എനിക്കൊന്നൊരു 570 മീറ്ററോളം 575 മീറ്ററോളം നമുക്ക് ഈ റോഡ് നല്ല രീതിയിൽ കോൺക്രീറ്റും ടാറിങ്ങുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഏറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നാം ഇന്നിവിടെ ആയിരിക്കുക. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് ഗതാഗത യോഗ്യമായി കിട്ടിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു 2020 മുതൽ ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങളിവിടെ വരെ എത്തിയതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇനിയും ഇതിൻ്റെ ബാക്കി റോഡ് കൂടി കുറച്ചുകൂടി ചെയ്യാനുണ്ട്. ഉറപ്പായിട്ടും ഈ ഭരണസമിതി അതുകൂടി ഞങ്ങൾ പൂർത്തിയാക്കും. കാരണം ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് നമുക്കറിയാം, കുറേ കെട്ടിടങ്ങളല്ല, മനുഷ്യന് നടക്കാൻ ഗതാഗത യോഗ്യമായ റോഡ്, അതാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയിൽ ഈ ഉണ്ടായിരുന്ന മെമ്പർ ഇതിന് താല്പര്യമെടുത്ത് അതോടൊപ്പം നിങ്ങളെല്ലാവരും ആ മെമ്പറിൻ്റെ കൂടെ നിന്ന്, ഈ ഭരണസമിതി വന്നു, തുടർന്ന് വന്ന മെമ്പറിനോട് കൂടി അതോടൊപ്പം നിങ്ങളെല്ലാവരും നിന്ന് ആ മെമ്പറിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇത്രയും പ്രവർത്തനങ്ങൾ ഒത്തൊരുമയോടെ ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ് ഈ 6 മാസം എന്ന് പറഞ്ഞപ്പം അതിന് 1 മാസം മുമ്പേ ഈ ഭരണസമിതിയിൽ ഈ മെമ്പറിന് ഇത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹകരണമാണ് അതിന് മുന്നിലുള്ളത്. അപ്പം തുടർന്ന് മുന്നോട്ടുള്ള റോഡിനും ഇതുപോലെ നിങ്ങളുടെ എല്ലാ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബാക്കി റോഡ് കൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം നിങ്ങളെല്ലാവരും എന്നോട് കൂടെ ഉണ്ടായിരുന്നവരാണ്. ഈ 2020 പഞ്ചായത്ത് ഏറ്റെടുത്ത് വന്ന ഈ റോഡിൻ്റെ ആദ്യഘട്ടം മുതലേ നമ്മളാൽ കഴിയുന്ന വിധം നമ്മളതിന് ഫണ്ട് വെക്കുകയും ആദ്യത്തെ കോൺക്രീറ്റ് ലഭിക്കുകയും, രണ്ടാമത് വന്നത് നമുക്ക് 3 ലക്ഷം രൂപയാണ്. അത് ടാറിങ് വന്നത് അതും ഈ റോഡിന് തന്നെയാണ് കൊടുത്തത്. അതിനുശേഷം നമ്മൾ ഭരണസമിതിയിൽ നിന്ന് പിരിയുന്നതിന് മുന്നേ ഒരു 250 മീറ്ററും കൂടെ ഫണ്ട് വെച്ചതിന് ശേഷം അളന്ന് എല്ലാം കറക്റ്റായതിനു ശേഷമാണ് പുതിയ ഭരണസമിതി ഇപ്പോൾ വരുന്നത്. ആ കാലഘട്ടങ്ങളിലെല്ലാം ഓൾറെഡി അനീഷ് എന്ന കൺവീനറായിരുന്നു. ഈ റോഡിൻ്റെ അവസ്ഥയും ഈ പ്രദേശത്തെ പ്രശ്നങ്ങളും എല്ലാം അനീഷിന് കൃത്യമായിട്ട് അറിയാം. അനീഷ് അത് ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. ജനങ്ങളുടെ ആവശ്യം അത് മാത്രമാണ്, അതല്ല വ്യക്തിപരമായ ഒരു ഹരാസിംഗ് എന്ന് ഞാൻ അതിനെ ഒരിക്കലും പറയില്ല. കാരണം അവരുടെ ആവശ്യമാണ് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് ഇണങ്ങിയും പിണങ്ങിയും വെല്ലുവിളിയായും എല്ലാം
നമ്മൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഇല്ല ഒത്തിരി സന്തോഷത്തോടെയാണ്. കാരണം ഇന്ന് ഈ റോഡിൻ്റെ പ്രവർത്തനം പൂർത്തിയായി നിങ്ങളെല്ലാവരും ഇവിടെ സന്തോഷത്തിലായിരിക്കുന്ന ഈ വേളയിൽ സ്ഥാനത്തു നിന്ന് മാറിയിട്ടും നിങ്ങളെല്ലാവരും ക്ഷമിക്കാൻ കാണിച്ച ഒരു സ്നേഹം. St. Joseph's Hospital, Karuvanchal, NABH pre-entry level accredited and ISO certified hospital. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.